ഞാൻ തങ്കമ്മ. ഞാൻ മാത്യു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷത്തായി. അപ്പോൾ ഞങ്ങൾക്ക് മക്കളില്ലാതിരിക്കും. ഞങ്ങൾ ലേറ്റ് മാരേജ് ആയിരുന്നു. അപ്പം മക്കളില്ലാതിരുന്ന അവസരത്തിൽ ഞങ്ങൾ പല ആശുപത്രിയിലും ഇങ്ങനെ ചികിത്സയ്ക്ക് പോയി. ഒരു 5-8 ആശുപത്രി ഞങ്ങൾ ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ചികിത്സ തുടങ്ങി. 5-8 ആശുപത്രി കയറി ലാപ്രോസ്കോപ്പി, HSC അങ്ങനെ ഒത്തിരി ചികിത്സകളിൽ നിന്ന് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് നോക്കി. പക്ഷെ അന്നേരം കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഇരുന്ന അവസരത്തിൽ IVF ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഒരിടത്ത് ചെന്നപ്പോഴത്തേന് അവിടെ ഇപ്പം പുതിയ നിയമം വന്നെന്ന് പറഞ്ഞു. 40 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചെയ്യാൻ പാടില്ലെന്ന് നിയമം വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നിരാശയായിട്ട് വന്നപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് ഇത് ബ്ലിസ്സിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തത്. അപ്പം ഞങ്ങൾ സംസാരിച്ചു. കൂടുതലൊന്ന് ഡോക്ടർ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങളും പൈസയുടെ കാര്യങ്ങളും എല്ലാം ഡോക്ടർ നല്ലപോലെ പറഞ്ഞു. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞങ്ങളുടെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇരട്ടപ്പിള്ളേരെന്നുള്ളത്. അതുപോലെ ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരാണും ഒരു പെണ്ണും 2 പേരെ ഞങ്ങൾക്ക് കിട്ടി. അവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല കെയറിങ് തന്നെയല്ല, നമ്മൾ ഏത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓരോ ഘട്ടങ്ങൾ കടന്ന് മുന്നോട്ട് പോരുമ്പോഴും വീട്ടിൽ വരുമ്പോഴത്തേനും അപ് ടു ഡേറ്റ് വിളിച്ച് കാര്യങ്ങൾ തിരക്കുക. മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ എടുത്തോ എന്നുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് വിളിച്ച് തിരക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡോക്ടറാണെങ്കിലും ഒരു കൂടപ്പിറപ്പിനോട് എന്ന പോലെയാണ് എന്നോട് സഹകരിച്ചതും പ്രവർത്തിച്ചതും.